കുറച്ചു നാൾ മുമ്പാണ് രഞ്ജിത്ത് സ്വിഗ്ഗി ഭക്ഷണ വിതരണത്തിന് പോയ വഴി രാത്രി അപകടത്തിൽപ്പെടുകയും ദാരുണമായൊരു അപകടം ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. അന്ന് കേസൊക്കെ എടുത്തിരുന്നു. റോഡ് ആണ് ഈ അപകടത്തിലെ മുഖ്യ കാരണം എന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ എവിടെയാണ്? നഷ്ടപരിഹാരം വല്ലതും കിട്ടിയോ? ഹലോ ഹലോ പറഞ്ഞോളൂ. നഷ്ടപരിഹാരം തുകയായിട്ട് ഇവർ കോൺട്രാക്ടേഴ്സ് വന്നിട്ടൊരു 3 lakhs ഇനീഷ്യൽ പേയ്മെൻറ്റ് എന്നുള്ള മാതിരി തന്നു എന്നല്ലാതെ വേറൊരു തുക ഒന്നും തന്നിട്ടില്ല. അപ്പം കേസിനായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. കേസ് DLSൻ്റെ സഹായത്തോട് കേസിന് പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കോഴിക്കോട് തന്നെ കേസ് നൽകാൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് അപകടം ഉണ്ടായത് ഈ ചേവരമ്പലത്ത് ബൈപ്പാസ് ജംഗ്ഷനിൽ വെള്ളം, ഒരു വലിയ കുഴി, അതിൽ വെള്ളം നിറഞ്ഞ് കിടന്നതുകൊണ്ട് അറിയാൻ പറ്റുമായിരുന്നില്ല, ആർക്കും അറിയാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെ സംഭവിച്ച ഒരു അപകടമാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളുടെയൊക്കെ, അതായത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു തുടങ്ങിയ പരിശോധനയൊക്കെ കേസെടുത്ത വേളയിൽ നടത്തിയിരുന്നോ? വെള്ളം നിറഞ്ഞ് കിടന്നത് കൊണ്ട് കാണാണ്ടായ കുഴിയല്ല അത്. ഹൈവേ കൺസ്ട്രക്ഷൻ കാരണം അവിടെ ഒരു ജംഗ്ഷൻ വന്നപ്പം ചെറിയ ഡീവിയേഷൻ വന്നു. മുന്നേ റോഡ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് റോഡ് കുറച്ച് മാറി. അപ്പം മുന്നേ സഞ്ചരിച്ച ഒരാൾക്ക് അയാളുടെ കണക്ക് പ്രകാരം അത് റോഡാണ്, സ്ട്രെയിറ്റ് റോഡാണ്. അത് റോഡല്ലാന്ന് രാത്രിയിൽ കൃത്യമായ വെളിച്ചമൊന്നുമില്ലെങ്കിൽ മുന്നേ പോയിരുന്ന ആളുകളാണെങ്കിൽ ആ വഴിക്ക് തന്നെ പോകും. എൻ്റെ ഹസ്ബൻഡിന് അപകടം സംഭവിക്കുന്നതിൻ്റെ ഒരു മാസം മുന്നേ ആ പരിസരത്ത് താമസിക്കുന്ന ഒരാൾ അതേ കുഴിയിൽ വീണിട്ട്, അത് രാത്രിയായിരുന്നില്ല, ഒരു സന്ധ്യയോട് അടുത്തിട്ട് ആയിരുന്നു. അപ്പം വീണിട്ട് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ അപകടം നടന്ന സമയത്ത് പേപ്പറിൽ ന്യൂസ് ഞാൻ കണ്ടതാണ്. അതിൽ അദ്ദേഹത്തിന് പരിക്കുകളിൽ നിന്നും മുക്തനായിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം പരിക്ക് പറ്റി കിടക്കുന്ന അവസ്ഥയായിരുന്നു. അത് അതേ പരിസരവാസിയാണ്. ആ സമയത്ത് അവിടെയുള്ള നാട്ടുകാരെല്ലാവരും ബാരിക്കേഡ് വെക്കണം, കൃത്യമായിട്ട് ബാരിക്കേഡ് വെക്കണം എന്ന് പറഞ്ഞിട്ട് പോലും ഇവരൊന്നും ചെയ്തിട്ടില്ല. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ റിപ്പോർട്ട് ചോദിച്ചിരുന്നു, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയും കോൺട്രാക്ടേഴ്സിൻ്റെയൊക്കെ. അപ്പം വാട്ടർ ബാരിക്കേഡ്സ് വെച്ചു എന്നൊരു റിപ്പോർട്ടാണ് അവർ നൽകിയെന്നാണ് ഞാൻ പേപ്പറിലൂടെ അറിഞ്ഞത്. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് ചാനലുകളെല്ലാം നടന്ന അതേ ദിവസം കവർ ചെയ്ത വീഡിയോസും എല്ലാം വളരെ വ്യക്തമായിട്ട് കാണാം. ഈ ഡൈവേർഷൻ സംബന്ധിച്ച് കൃത്യമായിട്ട് അതിൽ ബാരിക്കേഡ്സ് ബാരിക്കേഡ്സ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ റോഡ് വഴിതിരിച്ചു വിടുകയാണ് എന്ന് രാത്രിയിൽ ഒരാൾ വന്നാൽ കാണാവുന്ന വിധത്തിൽ ഫ്ലൂറസെന്റ് കളറിൽ ഒരാൾക്കത് ഇവിടെ റോഡില്ല, വഴിതിരിച്ചു വിട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന എന്തെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? പിന്നീട് പരിശോധിച്ചപ്പോൾ, അന്വേഷിച്ചപ്പോൾ അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നോ? ഇല്ല, ഒരു നാട പോലും വെച്ചിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഒരു റെഡ് കളർ റിബണെങ്കിലും കെട്ടിയിടും, ഇത് അതുപോലും ഉണ്ടായിട്ടില്ല. കാരണം ഇത് സ്ട്രെയിറ്റ് നമുക്ക് ജംഗ്ഷനിലേക്ക് കയറുമ്പം ഈ റോഡിൽ നിന്ന് നെക്സ്റ്റ് റോഡിലേക്ക് കടക്കുമ്പോൾ ഒരു ചെറിയൊരു വളവ് മാതിരിയുണ്ട്. അവിടെ ഒരു വളവാണെന്നോ ഇത് നേരെ താഴെ കുഴിയാണെന്നൊന്നും മനസ്സില്ല. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ വണ്ടി ചെക്ക് ചെയ്തിട്ട് പോലീസുകാരിൽ പറഞ്ഞത് എന്താ വെച്ചാൽ സ്കിഡ് ചെയ്തിട്ടില്ല, ഹിറ്റിങ്ങും ഇല്ല. വേറൊരു വണ്ടി തട്ടി ബാക്കിൽ വന്ന് ഇടിച്ചിട്ട് വീണതുമല്ല, ഈ വണ്ടി റോഡിൽ വീണിട്ട് സ്കിഡ് ചെയ്ത് വീണതുമല്ല, ഡയറക്റ്റ് നേരെ കുഴിയിലേക്ക് ചാടിപ്പോയത്. കുഴിയാന്ന് അറിഞ്ഞ് ഈ മുന്നേ ആക്സിഡൻറ്റ് പറ്റിയ ആളും പറഞ്ഞതാണ്. കുഴിയാ എന്ന് അറിഞ്ഞപ്പം ബ്രേക്ക് പിടിക്കാനുള്ള ഗ്യാപ്പ് പോലും എനിക്ക് കിട്ടിയില്ല. കാരണം അത് അത്രയും ഭയങ്കര വലിയ കുഴിയായിരുന്നു. അപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താ വെച്ചാൽ ഫസ്റ്റ് ഹിറ്റിംഗ് ഫോർഹെഡിൽ മരണസ്ഥാനത്ത് തന്നെ. അപ്പം ഓൺ ദ സ്പോട്ട് അൺകോൺഷ്യസ് ആവാൻ പാകത്തിനുള്ള ഹിറ്റിംഗ് ആയിരുന്നു എന്നാണ് ഇത്. അപ്പം അൺകോൺഷ്യസ് ആയിട്ട് ആൾ വെള്ളത്തിൽ വീണു. ആളുടെ ഹൈറ്റിൻ്റെ മുട്ടിൻ്റെ അത്രയും വെള്ളം ഉള്ളൂ, പക്ഷേ ആൾ വീണത് ബോധമില്ലാതെ കമിഴ്ന്ന് വീണപ്പം ലെൻസിൽ ചളി കയറിയിട്ടാണ്
മരണം സംഭവിക്കുന്നത്. ദാരുണമാണ് സംഭവം. ഈ അപകടത്തിന് ശേഷം തീർച്ചയായിട്ടും അതിലൊരു വലിയ മനുഷ്യാവകാശ ലംഘനമുണ്ട്. കാരണം വാഹനത്തിൻ്റെ തകരാറോ ഓടിച്ച ആളുടെ ഏതെങ്കിലും തരത്തിലുള്ള കണക്കൂട്ടലിൻ്റെ പിഴവോ അല്ല, മറിച്ച് റോഡിൻ്റെ പിഴവാണ് ആ അപകടമുണ്ടാക്കിയത്. ജനപ്രതിനിധികളും മറ്റുമൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടാവുമല്ലോ സാധാരണ നിലയിൽ. ഇതിലൊരു വലിയ നിയമ പോരാട്ടത്തിൻ്റെ ആവശ്യവുമുണ്ട്. അതിനുള്ള പിന്തുണ ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ പ്രിയയ്ക്ക്? ജനപ്രതിനിധികൾ വന്ന് പോവാത്ത ദിവസങ്ങളുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ കലക്ട്രേറ്റിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം, കോഴിക്കോട് കലക്ട്രേറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷ അയക്കുന്നത്. അതിനെക്കുറിച്ച് എന്നോട് ഒരു ജനപ്രതിനിധിയും പറഞ്ഞിട്ടില്ല. കാരണം അവിടുന്ന് അവർ അപേക്ഷ അയച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, MLAയുടെ കവറിങ് ലെറ്റർ ഉണ്ടായിരുന്നോ? ഇല്ല. അങ്ങനെയൊരു MLA ആണ് ഫസ്റ്റ് നമുക്ക് വരിക. നമ്മൾ കോർപ്പറേഷൻ ഏരിയയാണ്, MLA ആണ് ഫസ്റ്റ് വന്നിട്ട് എന്തെല്ലാം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മളെ സഹായം. അതായത് എൻ്റെ ഹസ്ബൻഡ് 2 ജോലി എടുത്തിരുന്നതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് അങ്ങനെ 2 ജോലിക്ക് പോയത്. പകല് നെസ്ലയിൽ ജോലി ചെയ്യും, കുറച്ച് വൈകുന്നേരം വന്ന് റെസ്റ്റ് ചെയ്തിട്ട് 9 to 2 ഷിഫ്റ്റിൽ നൈറ്റിൽ ഈ വർക്ക് എടുക്കുന്നത്. അപ്പം ആ ഒരു ബുദ്ധിമുട്ടുള്ള ഫാമിലിയാണ്. അപ്പം ഞാൻ ഈ ലൊക്കാലിറ്റി നോക്കേണ്ട ഒരാളായിട്ട് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല. എന്നിട്ട് കലക്ട്രേറ്റിൽ നിന്ന് ഡയറക്റ്റ് അവരുടെ PA ആയിട്ട് സംസാരിച്ചിട്ടാണ് ഞാൻ MLAയുടെ ഓഫീസിൽ പോയിട്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. എന്നിട്ട് അവർ കവറിങ് ലെറ്റർ വെച്ചിട്ട് അയച്ചു എന്നാണ് പറഞ്ഞത്. കാരണം മുഖ്യമന്ത്രിക്ക് ഞാൻ ഇങ്ങനെയൊരു സാധാരണ എല്ലാവരും ചെയ്യുന്ന മാതിരി ഓൺലൈൻ പോർട്ടൽ വഴി അപ്ലൈ ചെയ്യുമ്പം ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്ന കൂട്ടത്തിൽ പോകരുത് എന്ന് തന്നെയാണ് കലക്ട്രേറ്റ് എന്ന് പറഞ്ഞത്. കാരണം ഇവർക്ക് കൊടുക്കാൻ അവർ അവകാശപ്പെട്ടതാണ്, അവർക്ക് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ നിങ്ങളതായ രീതിയിൽ പറയണം, ഇത് എൻ്റെ ഏരിയയിലുള്ള ആളാണ്, അവർക്ക് അതിന് കൊടുക്കേണ്ട ആവശ്യമുണ്ട്, എല്ലാവരെയും പോലെ അല്ല എന്ന് പറയണം എന്ന് പ്രത്യേകം കലക്ട്രേറ്റിന് നിർദ്ദേശം കൊടുത്തു. തീർച്ചയായിട്ടും വലിയൊരു മനുഷ്യാവകാശ ലംഘനമാണ്. പറഞ്ഞോളൂ. പെൻഡിങ്ങിൽ തന്നെയാണ്. അതെ, ആ അപേക്ഷ ഇപ്പോഴും പെൻഡിങ്ങിലാണ്. വളരെ ദാരുണമായ സംഭവമാണ്. അതിന്റെ സ്റ്റാറ്റസ് പെൻഡിങ്ങിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതെ അതെ. ഭക്ഷണ വിതരണ തൊഴിലാളിയാണ്. രാത്രി ഭക്ഷണം വിതരണം ചെയ്യാൻ പോയപ്പോൾ റോഡില്ല, നേരെ ബൈക്ക് പോയി കുഴിയിൽ വീണ് ഒരാൾ മരിച്ചുപോയ സംഭവമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.